നമസ്കാരം. ഗുഡ് ഈവനിങ് അമേരിക്ക. പശ്ചിമേഷ്യൻ സംഘർഷം അങ്ങനെ 100-ാം ദിവസം കടക്കുമ്പോൾ ആരെന്ത് നേടി? അതിവേഗം അവസാനിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ച സംഘർഷം അനിതര സാധാരണമായ ഒരു പിടി സംഘർഷങ്ങളിലേക്ക് ലോകത്തെ തള്ളിവിട്ടിരിക്കുകയാണ്. തന്റേതല്ലാത്ത കാരണത്താൽ ലോകത്ത് പലയിടത്തും സാധാരണക്കാർ തലയ്ക്ക് കൈയും കൊടുത്ത് മുകളിലേക്ക് നോക്കിയിരിപ്പാണ്. അതിനിടെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയെ പ്രശംസിക്കുന്നു, ട്രംപ് ഇന്ത്യയെ വിമർശിക്കുന്നു. രണ്ട് ആഗോള ഭീമന്മാർ, രണ്ട് കരുത്തരായ നേതാക്കൾ, രണ്ട് വ്യത്യസ്ത സന്ദേശങ്ങൾ. ഒരാൾ പറയുന്നു ഇന്ത്യയെ നിയന്ത്രിക്കാനാവില്ലെന്ന്, മറ്റൊരാൾ പറയുന്നു ഇന്ത്യ അമേരിക്കയെ വർഷങ്ങളായി മുതലെടുക്കുന്നുവെന്ന്. ഭൗമ രാഷ്ട്രീയ വടംവലികളുടെ കേന്ദ്രമായി പെട്ടെന്ന് ഇന്ത്യ മാറാൻ കാരണമെന്താണ്? വാഷിംഗ്ടണിന്റെയും മോസ്കോയുടെയും ശ്രദ്ധാകേന്ദ്രമായി ന്യൂഡൽഹി മാറിയതെങ്ങനെ? വർഷങ്ങളായി ചേരിചേരാ നയത്തിൽ ഉറച്ചുനിന്ന ഇന്ത്യയെ പക്ഷം ചേർന്നൊരു ലോകക്രമത്തിലേക്ക് കണ്ണു ചേർക്കാൻ ഒരു ശ്രമമോ? നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രംപും പുടിനും റഷ്യയും അമേരിക്കയും മാത്രമല്ല, ഇന്ത്യയുടെ കരുത്തിനെ കുറിച്ച് കൂടിയാണ്. ആഗോള ഊർജ്ജ വിപണിയെ സ്വാധീനിക്കുന്ന ഒരു ഫോക്കൽ പോയിന്റായി ഇന്ത്യ മാറുന്നു. റഷ്യൻ പിന്തുണയിൽ അമേരിക്കൻ അപ്രമാദിത്വം ഇല്ലാതാകുമോ? ഓരോ ഉപരോധവും, ഓരോ ഓയിൽ ഷോക്കും, ഓരോ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും, ഓരോ രാജ്യാന്തര രാഷ്ട്രീയ സഖ്യങ്ങളും അതിന്റെ പ്രഭാവം കൊണ്ട് കടന്നു കയറുന്നത് നമ്മുടെ വീടുകളിലേക്കാണ്, നമ്മുടെ ഉപജീവന മാർഗങ്ങളിലേക്കാണ്, നമ്മുടെ ബിസിനസ്സുകളിലേക്കാണ്, നമ്മുടെ ഭാവിയിലേക്കാണ്. ഇന്ന് ഈ ചർച്ചയിൽ നമുക്കറിയേണ്ടത് പുടിന്റെ പരസ്യ അഭിനന്ദനവും ട്രംപിന്റെ വിമർശനവും സമ്മർദ്ദ മാർഗമാണോ, അതോ ലോകശക്തികൾക്ക് അവഗണിക്കാനാവാത്ത നിലയിലേക്ക് ഇന്ത്യ ഉയർന്നു വന്നതിന് തെളിവോ? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പുടിനും ട്രംപിനും ഇടയിലെ ഇന്ത്യയെ എങ്ങനെ നിർവചിക്കാം? ഒരു സംശയം ബാക്കി: ഇന്ത്യ അമേരിക്കയുമായി ചങ്ങാത്തം തുടരണോ, റഷ്യക്കൊപ്പം നിൽക്കണോ, അതോ ഇരു കൂട്ടരിൽ നിന്നും തുല്യ അകലം പാലിക്കണോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ആർക്കൊപ്പം മോദി? ഇന്നത്തെ എന്റെ അതിഥികൾ: രാഷ്ട്രീയ നിരീക്ഷകൻ നിർമ്മൽ എബ്രഹാം, ഇൻഡോ അമേരിക്കൻ സെന്റർ വാഷിംഗ്ടൺ DC വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, ക്യാൻസർ സയന്റിസ്റ്റ് ഡോക്ടർ ജയശ്രീ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ നിർമ്മൽ എബ്രഹാമിലേക്കാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം അത് 100 ദിവസം കടന്നിരിക്കുന്നു. അതിനിടയ്ക്ക് പെട്ടെന്ന് റഷ്യയും അമേരിക്കയും ഇന്ത്യയെ അതിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറ്റിയിരിക്കുന്നു. ചില പരാമർശങ്ങൾ നടത്തുന്നു. എന്തായിരിക്കാം പെട്ടെന്ന് ശ്രദ്ധ ഇന്ത്യയിലേക്ക് മാറാനൊരു കാരണം? എനിക്കൊന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് ശ്രദ്ധ മാറാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ഡീലായിട്ട് വേണം നമ്മൾ കാണാൻ. US ഇന്ത്യ ട്രേഡ് ഡീലിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയും ട്രംപ് പതിവ് പോലെ ഒരു നെഗോഷിയേഷൻ ടൂൾ ആയിട്ടാണ് പല കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വേണം കരുതാൻ. കാരണം ഇതിനു മുമ്പും നമ്മൾ ഈ ഒരു ട്രേഡ് ഡീലിന്റെ ചർച്ചകളുമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ റിറ്റാലിയേറ്ററി ടാരിഫും അതിന് പുറമെ സെക്കൻഡറി സാങ്ഷൻസും അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇപ്പൊ പുതിയ 12% ടാരിഫ് കൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ജൂൺ 17-ാം തീയതി റഷ്യൻ ഓയിൽ മേടിക്കാനുള്ള ആ വെയ്വർ അവസാനിക്കുന്നു എന്നുള്ളൊരു സൂചനയുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ഇന്ത്യക്ക് മേലൊരു നെഗോഷിയേഷൻ ടൂളായിട്ട് ഇടുന്നതെന്നാണ് ഞാൻ കാണുന്നത് അമേരിക്കയുടെ സൈഡിൽ നിന്ന്. കാരണം ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യക്ക് കുറെ കാര്യങ്ങൾ അതിന്റെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അമേരിക്കയെ സഹായിക്കുന്ന രീതിയിൽ ഒരു ഡീലിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക മേഖലയൊക്കെ ഭയങ്കര വലിയ രീതിയിൽ അത് ഇമ്പാക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു നെഗോഷിയേഷൻ ടാക്ടിക് ആയിട്ടാണ് അമേരിക്ക അതിനെ കാണുന്നത്. റഷ്യ എനിക്ക് തോന്നുന്നത് ഇതിനൊരു റെസ്പോൺസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. കാരണം വളരെ കാലമായിട്ട് തന്നെ നമ്മൾ റഷ്യയുമായിട്ട് അടുത്ത ബന്ധമാണ്. ഇപ്പോഴും പല ഡിഫൻസ് ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നത് റഷ്യയുടെയാണ്. 70% മിലിറ്ററി എക്യുപ്മെന്റ് റഷ്യയുടെയാണ്. അപ്പൊ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യ ആയിക്കോട്ടെ, ഇപ്പോ എനിക്കൊന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ്, മുമ്പ് നമുക്ക് വലിയ ഡിസ്കൗണ്ടിലാണ് റഷ്യൻ ഓയിൽ കിട്ടിക്കൊണ്ടിരുന്നതെങ്കിലും ഇപ്പൊ നമ്മൾ മേടിക്കുന്നത് പതിവിലും 8%, 10% അധികം വിലക്കാണ്. പ്രീമിയം കൊടുത്താണ്. ഒരു ടണ്ണിന് ഏകദേശം $78 പ്രീമിയം കൊടുത്താണ് റഷ്യൻ ഓയിൽ ഇന്ത്യ ഇപ്പൊ മേടിക്കുന്നത്. പക്ഷെ അത് മുന്നോട്ട് ആ ബന്ധം നമ്മൾ കൊണ്ടുപോകുന്നത് കുറെ വർഷങ്ങളായിട്ടുള്ള റഷ്യയുമായിട്ട് അലയൻസിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. മാത്രമല്ല ഇത്തവണ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിയം മിനിസ്ട്രി വ്യക്തമാക്കിയിട്ടുണ്ട്, US എന്ത് തീരുമാനം ജൂൺ 17-ന് എടുത്താലും അതിപ്പോ വെയ്വർ എക്സ്റ്റെൻഡ് ചെയ്യുവോ അടച്ചുപൂട്ടുവോ ഒക്കെ ചെയ്താൽ പോലും ഇന്ത്യ തീർച്ചയായിട്ടും റഷ്യൻ ഓയിൽ മേടിച്ചിരിക്കും, അതിനുള്ള വഴി കണ്ടെത്തിയിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല എന്നൊരു കാര്യം ഇന്ത്യ സൂചിപ്പിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ US ഇന്ത്യ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെടുത്തി കാണാം.
ട്രേഡ് ഡീലിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു നെഗോഷിയേഷൻ ടൂളായിട്ട് ട്രംപ് ഇതിനെ മുന്നോട്ടിടുന്നു. അതിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പുടിൻ അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ കാണുന്നത്. ശരി, അത്തരമൊരു സാധ്യത യിലേക്കാണ് നിർമ്മൽ വിരൽ ചൂണ്ടുന്നത്. വിൻസൻ, ഈ പറയുന്നത് പോലെ ഇന്ത്യ ഒരു തന്ത്രപ്രധാന പങ്കാളി എന്ന് അമേരിക്ക പറയുന്നുണ്ട്. മോദി അടിപൊളിയാണ്, ഗംഭീരമാണ്, നല്ല സുഹൃത്താണ് എന്ന് ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ വർഷങ്ങളായി ഇന്ത്യ മുതലെടുക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. അതേസമയം തന്നെ അങ്ങനെ അത്ര നല്ല ട്രസ്റ്റ് വർത്തിയായി തന്ത്രപ്രധാനമായ ഒരു പങ്കാളിയായി ഇന്ത്യയെ കാണുന്നുണ്ടെങ്കിൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ എന്തുകൊണ്ട് വാഷിംഗ്ടൺ അസ്വസ്ഥത കാണിക്കണം, അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആവണം? ക്രിസ്റ്റീന, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ക്രിസ്റ്റീന, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ഈ അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ റഷ്യ എന്ന് പറയുന്നത് നമ്മൾ ആ നേതാക്കളോട് ഉപമിച്ചിട്ട് കാര്യമില്ല, നേതാക്കളെ തിങ്ക് ചെയ്ത് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോ ഡെഫിനറ്റ്ലി ട്രംപിന്റെ ഒരു പോളിസി, ട്രംപിന്റെ ഒരു അജണ്ടയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുമ്പോൾ ട്രംപ് നടപ്പാക്കാൻ നോക്കുന്നത്. അപ്പോൾ ട്രംപ് ഇതിനകത്ത് സ്ട്രാറ്റജിക് ആയിട്ട് കാണുന്ന അമേരിക്കയുടെ എനിമി, അമേരിക്കയുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പോ ഈ 2020 ട്രംപ് ഇലക്ഷന് ജയിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പൊ ട്രംപിന്റെ റഷ്യ കൊളൂഷനും ട്രംപ് പുടിനോടുള്ള ഫ്രണ്ട്ഷിപ്പും ട്രംപ് പുടിനോട് കാണിച്ചിട്ടുള്ള താല്പര്യങ്ങളും, ഈവൻ യുക്രൈൻ വാറിൽ പോലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു യുക്രൈൻ സ്റ്റാൻഡ് എടുക്കാതെ ട്രംപ് ഒരു വിഷിവാഷിയാണെന്ന തോന്നൽ ഉളവാക്കുന്ന രീതിയിൽ പുടിനോട് ഫ്രണ്ട്ലി ഗസ്റ്റേഴ്സ് അയക്കുന്നതിനെല്ലാം പുറകിൽ ഒരു കാരണമുണ്ട്. ട്രംപിന്റെ ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഇതുവരെയുള്ള ഫോറിൻ പോളിസിയിൽ, ഡിഫൻസ് പോളിസിയിൽ ഉണ്ടായ മിസ്റ്റേക്കുകൾ തിരുത്തി കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കി രാജ്യങ്ങൾ ചേരേണ്ട രാജ്യങ്ങളെ ചേരേണ്ടതുപോലെ ചേർക്കുക, അവരെ ഒന്നിച്ചു കൂട്ടി മുന്നണി ഉണ്ടാക്കുക എന്നുള്ളൊരു അപ്രോച്ചാണ് ട്രംപിനുള്ളത്. അപ്പൊ ആ അപ്രോച്ചിൽ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ പരിഗണന റഷ്യക്കായിരുന്നു. അപ്പൊ 2017 നമുക്കറിയാം ഈ കൊളൂഷൻ സ്റ്റോറി എല്ലാം പറഞ്ഞ് റഷ്യ ഹോവാക്സും റഷ്യയുടെ ചാരനാണ് ട്രംപ് എന്ന് വരെയുള്ള വർത്തമാനങ്ങളെല്ലാം ഡെമോക്രാറ്റ്സ് പറഞ്ഞ് ട്രംപിനെ ഒറ്റപ്പെടുത്തി. അപ്പൊ കാര്യമായിട്ടൊന്നും നടന്നില്ല ഫസ്റ്റ് ടൈമില്. സെക്കൻഡ് ടൈമില് പുടിൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു ട്രംപ് ജയിക്കുവാണെങ്കിൽ, അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പുടിൻ ഇടപെട്ടു എന്നുള്ള ആരോപണങ്ങളെല്ലാം ഡെമോക്രാറ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോ ഇൻ കേസ് ട്രംപ് ജയിച്ചു വരികയാണെങ്കിൽ 2020 ശേഷം അന്ന് തുടങ്ങി പുടിനും ആ ഒരു അമേരിക്കയോടുള്ള സമീപനത്തിൽ മാറ്റങ്ങൾ വരുത്താനും ഒരു മോർ വെസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പോളിസി ഉണ്ടാക്കാനും പുള്ളി തയ്യാറായിരുന്നു. പക്ഷേ 2020 അൺഫോർച്ചുനേറ്റ്ലി ബൈഡൻ ജയിക്കുന്നു. എഗെയിൻ ഡെമോക്രാറ്റ്സിന്റെ പോളിസി കണ്ടിന്യൂ ചെയ്യുമെന്ന് പുടിന് മനസ്സിലാവുന്നു. അതായത് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പോളിസി, റഷ്യനെ ഒരു വലിയ എതിരാളിയായിട്ട് കാണുന്ന പോളിസി കണ്ടിന്യൂ ചെയ്യും എന്ന് പുടിന് മനസ്സിലാവുന്നു. അങ്ങനെയാണ് പുടിൻ ചൈനയുമായിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു കരാർ ഒപ്പിടുന്നത്. ആ കരാർ പ്രകാരം ഇനി നമുക്ക് അമേരിക്കനെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വി ആർ കൗണ്ടിങ് ഓൺ റീജിയണൽ സഖ്യംസ്. അപ്പൊ പുടിൻ അതിനകത്ത് ആ കരാറിന് ശേഷമാണ് പുടിൻ ചൈനയോട് സ്ട്രോങ് ആയിട്ട് പറയുന്നത്, ഇനി നിങ്ങൾ ഈ നൈബേഴ്സുമായിട്ട് ഫൈറ്റ് പിക്ക് ചെയ്യാണ്ടിരിക്കുക, നിങ്ങൾ ഇന്ത്യയെ വെറുതെ വിടുക, ഇന്ത്യയുമായിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫൈറ്റ് പിക്ക് ചെയ്യുന്നതോടാണ് ഇന്ത്യക്ക് നിങ്ങളെ ട്രസ്റ്റ് ഇല്ലാത്തത്. അപ്പൊ അതിനുശേഷമാണ് ചൈനയും ഒരു ഓവർച്വേഴ്സ് ഇന്ത്യയോട് കാണിക്കാൻ തുടങ്ങുന്നത്. അപ്പോ അതാണ് ട്രംപിന്റെ പ്ലാനിന് വിരുദ്ധമായിട്ട് സംഭവിച്ചു പോയ ഒരു കാര്യം. 2020 പുള്ളിക്ക് അധികാരത്തിൽ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതായത് റഷ്യയും ചൈനയുമായിട്ടുള്ള അലയൻസ് സ്ട്രോങ് ആവുകയും ഇന്ത്യനെയും കൂടി അതിന്റെ കൂടെ കൂട്ടി കൊണ്ടുപോകാനുള്ള തന്ത്രങ്ങൾ അവർ മെനയാൻ തുടങ്ങുകയും ചെയ്തു. ഇത് ട്രംപ് പ്ലാൻ ചെയ്യുന്നതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് സംഭവിച്ചത്. അപ്പോ 2024 വീണ്ടും ട്രംപ് തിരിച്ചു വന്നപ്പോ ട്രംപ് അത് തിരിച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത്. റഷ്യയോടുള്ള ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു പിടിക്കാനും ഇന്ത്യയോടുള്ള ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു പിടിക്കാനും ചൈനയെ ഒറ്റപ്പെടുത്തുവാനുമാണ് ട്രംപ് ശ്രമിക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ കഴിഞ്ഞ 4 വർഷത്തിൽ, ട്രംപ് വരുന്നതിന് മുമ്പുള്ള 4 വർഷത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ചൈനയുമായിട്ടുള്ള അലയൻസ്, റഷ്യയുടെ അലയൻസും സഹകരണവും വളരെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ ലക്ഷ്യങ്ങൾക്ക് വിഘാതമായിട്ട് നിൽക്കുന്നത് റഷ്യക്ക് ചൈനയോടുള്ള സ്നേഹമാണ്, ചൈനയോടുള്ള അടുപ്പമാണ്. സ്നേഹമല്ല അടുപ്പം. ഇത്തരം കാര്യങ്ങളിൽ ആരോടും പെർമനന്റ് ആയിട്ടുള്ള സ്നേഹമൊന്നുമില്ല, എല്ലാം ബിസിനസ്സാണ്. അപ്പോ ട്രംപ് ആഗ്രഹിക്കുന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കൂടെ ഉറച്ചു നിന്ന് റഷ്യയെ കൂടെ ആ ചൈനീസ് ഒരു അലയൻസിൽ നിന്നും വേർതിരിച്ച് അമേരിക്കയുടെ അലയൻസിലേക്ക്, വെസ്റ്റേൺ സൈഡിലേക്ക് കൊണ്ടുവരാൻ ശക്തിയുള്ള ഒരു സ്ട്രെങ്ത് ആയിട്ടാണ് ട്രംപ് ഇന്ത്യയെ കാണുന്നത്. അതുകൊണ്ട് ക്വാഡ് അലയൻസിനും ഇപ്പൊ റൂബിയോ വരുന്നതും ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് ഇപ്പോഴും ഇന്ത്യക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇന്ത്യ ഇല്ലാതെ ചൈനയെ കൗണ്ടർ ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റില്ല. ഒരു മേജർ വാർ സിനാരിയോയിൽ ഒരു മേജർ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യ ഈസ് സോ ക്രിട്ടിക്കൽ.
അപ്പൊ ഈ ആംഗിളിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ട്രംപ് ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടും പുള്ളി ഉദ്ദേശിച്ച രീതിയിൽ ഫോറിൻ പോളിസി നടപ്പാവാത്തത് കൊണ്ടുമുള്ള ഫ്രസ്ട്രേഷനാണ് പുള്ളിയുടെ സംസാരത്തിൽ വരുന്നത്. ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യം, ഇന്ത്യയുടെ കർഷകരുടെ കാര്യവും ഇപ്പം നിർമ്മൽ പറഞ്ഞതുപോലെ തന്നെ അത് ടേക്ക് കെയർ ചെയ്തേ പറ്റുള്ളൂ. അതിന് ഫ്യൂവൽ ചീപ്പറായിട്ട് കിട്ടണം. അത് ഇന്ത്യയുടെ ഒരു താല്പര്യമാണ്. അപ്പൊ ഇന്ത്യക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്ത്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു സിറ്റുവേഷനിലും ഇന്ത്യക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തതും ഇന്ത്യക്ക് ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു രാജ്യം ചൈനയാണ്. അപ്പൊ ഇന്ത്യക്കും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഗോള് റഷ്യനെ കൂടി ചൈനയുമായിട്ടുള്ള ബന്ധം ഒത്തിരി സ്ട്രോങ് ആവാതെ നോക്കുക എന്നുള്ളൊരു ഗോള് ഇന്ത്യ ഉണ്ടാവുകയും ഇന്ത്യ അതനുസരിച്ച് പെരുമാറുകയും വേണം. ആ പെരുമാറ്റം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ട്രംപിന് കാണാൻ സാധിക്കുന്നില്ല. ബിക്കോസ് ഇന്ത്യ കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഇന്ത്യ ഉടനെ പുടിന്റെയും ജി ജിൻപിങ്ങിന്റെയും കൂടെ പോയി ഫോട്ടോ എടുക്കുകയോ ചെയ്തത് ടാരിഫ് ഇഷ്യൂ ഉണ്ടായ ഉടനെ. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനിലാണ് ട്രംപിന്റെ ചിന്താഗതികളും എല്ലാം പോകുന്നത്. ഇപ്പൊ ക്രിസ്ത്യന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫാക്റ്റ് ആണ്. ഇന്ത്യ ഒരു ഗ്ലോബൽ പവറാണ്, അത് വളർന്നുകൊണ്ടിരിക്കുന്ന ശക്തിയാണ്. യെസ്. റഷ്യക്ക് ഇന്ത്യനെ വേണം, ചൈനയ്ക്ക് ഇന്ത്യനെ വേണം. യെസ്, ഇതെല്ലാം ഫാക്ട്സ് ആണ്. പക്ഷെ ഈ ഫാക്ട്സ് എല്ലാം, ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം ഭംഗിയായിട്ട് കളിക്കുന്നതിലാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ലീഡർഷിപ്പും വളരെ എന്റെ കഴിവ് കാണിക്കേണ്ടത്. അപ്പൊ അമേരിക്കയായിട്ടൊരു ആർഗ്യുമെന്റിന് പോവാതെ, അമേരിക്കയായിട്ടുള്ളൊരു വഴക്കായിട്ട് ഇത് മാറ്റാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അമേരിക്കയിലെ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അമേരിക്കയിലെ ട്രംപ് മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇത്രയും കർഷകരുടെ പ്രശ്നങ്ങളാണ് നമ്മുടെ. നിങ്ങൾ ഇങ്ങനെ റഷ്യ ആയിട്ടുള്ള ബന്ധത്തെ ഇങ്ങനെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിട്ട് കാണാൻ തുടങ്ങിയാൽ അത് വളരെ പ്രശ്നങ്ങളിൽ ഉണ്ടാകും. പക്ഷെ ഞങ്ങൾക്ക് അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്ക് അമേരിക്കയായിട്ടുള്ള അലയൻസും ക്വാഡ് അലയൻസും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം റഷ്യ ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു അപ്രോച്ചിൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് ഇപ്പൊ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ അതിന് വളരെ ഇമോഷണൽ ആയിട്ട് ഹാൻഡിൽ ചെയ്തു കഴിഞ്ഞാൽ അവിടെയാണ് ട്രംപുമായിട്ടുള്ള അകൽച്ച കൂടുതൽ ഉണ്ടാവുന്നത്. അത് ഇന്ത്യക്ക് ഒരിക്കലും നല്ലതല്ല. ബിക്കോസ് ചൈന ഈസ് നെവർ എ ട്രസ്റ്റ് വർത്തി അലൈ ഫോർ ഇന്ത്യ. യു കൻ നെവർ ട്രസ്റ്റ് ദം. ദേ ആർ എ ഡേഞ്ചറസ് നൈബർ. സോ ദാറ്റ്സ് എ ഫാക്ട്. അപ്പൊ ഇതാണ് ഇതിനെപ്പറ്റി എനിക്ക് കാണാൻ പറ്റുന്നത്. വളരെ കെയർഫുൾ ആയിട്ട് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഉയരെ എന്ന് പറയുന്ന സിനിമയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. ഞാനാകണം, നീ ആഗ്രഹിക്കുന്ന ഞാനല്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഡയലോഗാണ്. എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യക്ക് ഇന്ത്യയാകണം, ട്രംപ് ആഗ്രഹിക്കുന്ന ഇന്ത്യയാകാൻ എത്രത്തോളം സാധിക്കും എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഡോക്ടർ ജയശ്രീ, ഇന്ത്യക്ക് ഇന്ത്യ ആവാൻ ജസ്റ്റ് ഒരു പോയിന്റ്, ഇന്ത്യക്ക് ഇന്ത്യ ആവാൻ ചൈനയുടെ കൂടെ അലയൻസ് ഉണ്ടാക്കുന്നത് കൊണ്ടോ ചൈനയെ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ടോ ഇന്ത്യക്ക് സാധിക്കില്ല. അത് ഇന്ത്യയും മനസ്സിലാക്കണം. ഇന്ത്യക്ക് ഇന്ത്യ ആവാൻ, ഇന്ത്യ ഉദ്ദേശിക്കുന്ന ഇന്ത്യ ആവാൻ ചൈനയുടെ കൂടെയുള്ള അലയൻസ് ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. ഡോക്ടർ ജയശ്രീ, ഇതിനൊരു മറുവശവും ഉണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുടിൻ പറഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ദേശീയ താല്പര്യം ആർക്കു മുന്നിലും അടിയറവ് വെക്കേണ്ട കാര്യം ഇന്ത്യക്കില്ല എന്ന് പറയുന്നു. ഇന്ത്യക്കൊരു പരസ്യ അഭിനന്ദനമൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി എന്തായിരിക്കണം, ഇന്ത്യയുടെ ദേശീയ താല്പര്യം എന്തായിരിക്കണം, ഇതൊക്കെ ഡിഫൈൻ ചെയ്യാനുള്ള അവകാശം സ്വതന്ത്ര പരമാധികാര രാജ്യമായ ഇന്ത്യക്ക് തന്നെയാണ്. അപ്പോൾ മറ്റൊരു രാജ്യം ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യ വളരെ വർഷങ്ങളായിട്ട്, ആക്ച്വലി 2-3 വർഷമായിട്ട് വളരെ മെച്ചുറായിട്ടാണ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും റിയാക്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ഒരു ഇന്റർനാഷണൽ അഫയേഴ്സ് വരുമ്പോഴും. അപ്പൊ അമേരിക്ക ആണെങ്കിൽ തന്നെ പല പ്രാവശ്യം പല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ പല സംസാരങ്ങൾ ഉണ്ടായാലും ഇന്ത്യ ഏറ്റവും മെച്ചുറായിട്ട്, അവർ സൈലന്റ് ആയിട്ട് ഇരുന്നതേ ഉള്ളൂ. അധികം റെസ്പോണ്ട് ചെയ്യാനോ റിയാക്ട് ചെയ്യാനോ പോയിട്ടില്ല. പക്ഷേ സാഹചര്യം വരുമ്പോൾ റെസ്പോണ്ട് ചെയ്തിട്ടുമുണ്ട്. വളരെ മെച്ചുർ ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഈ ലൈന് വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തന്നെയല്ല, ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമിയാണല്ല, അത് ഒരാളുടെ പക്ഷം പിടിച്ചോ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഒരു സമയത്ത് പറഞ്ഞു, അമേരിക്ക പറഞ്ഞപ്പോൾ റഷ്യയിൽ നിന്നുള്ള ഓയില് നമ്മൾ വാങ്ങൽ നിർത്തിയെന്ന്. പക്ഷെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന ഒരിക്കലും നിർത്തിയിട്ടില്ല. കുറച്ചിട്ടുണ്ട്, ഒരു സമയത്ത് കുറച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചിട്ടുള്ളത് തന്നെ വെനിസ്വേലയിൽ നിന്ന് കൂടുതൽ, അതിലും കുറവ് പൈസക്ക് നമ്മൾക്ക് ഓയിൽ കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് വാങ്ങിച്ചുകൂടാ? കാരണം ഇന്ത്യ ഈസ് ഫോർ ഇന്ത്യ, മനസ്സിലായില്ലേ? എല്ലാവരും ഇന്ത്യ ഫസ്റ്റ്. ട്രംപ് പറയുന്ന അമേരിക്ക ഫസ്റ്റ്, അപ്പൊ ഇന്ത്യക്ക് ഇന്ത്യയാണ് ഫസ്റ്റ്. അപ്പൊ ഇന്ത്യയിലെ ജനങ്ങള് അവരുടെ കർഷകർക്കുള്ള
ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കുക, അതുപോലെ മാനുഫാക്ചറിങ് രംഗത്തും, അതുപോലെ എല്ലാ എനർജി സെക്യൂരിറ്റി ഉണ്ടാക്കുക. നമ്മൾ ഒരിക്കലും എനർജി, നമ്മൾക്ക് റീസോഴ്സ് ഇല്ല, നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് എനർജിക്ക് വേണ്ടി നമ്മൾ നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിലനിൽക്കുന്ന ഒരു സമയത്ത് എവിടെ നിന്നാണെങ്കിലും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ഇന്ത്യ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിനകത്തിൽ പല സമയങ്ങളിലും അവരെടുത്തു ചാടി ഒരു അഭിപ്രായവും പറയാറുമില്ല. അപ്പോൾ റഷ്യയും US-ഉം തമ്മിൽ ഒരു കൊമ്പുകോർക്കൽ ഉണ്ടെങ്കിൽ അവരതിനെ അവരൊരു വെറുതെ ഒരു പഞ്ചിന് വേണ്ടി പറയുന്നതാവാം. കാരണം റഷ്യ പറയുന്നതോ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതോ അല്ലെങ്കിൽ യൂറോപ്പ് പറയുന്നതോ ആയിരിക്കില്ല ഇന്ത്യയുടെ നയം. ഇന്ത്യയുടെ നയം ഇന്ത്യക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും ഇന്ത്യൻ ഗവൺമെന്റ് എടുക്കുന്നത്. അതിനുവേണ്ടി ആയിരിക്കുമല്ലോ ഒരുപാട് രാജ്യങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുകയും നമ്മളുടെ പ്രധാനമന്ത്രി നയതന്ത്രപരമായിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ടും നമ്മളെ നല്ല രീതിയിലാണ് പോകുന്നത്. അപ്പം എന്തെങ്കിലും ഒരു സമയത്ത് വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഉപരിയായിട്ട് നമ്മളെ എതിർക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. കാരണം ഇപ്പൊ നമ്മൾ നേരത്തെ ബിൻസൻ പറഞ്ഞതുപോലെ തന്നെ ആരും നമ്മളെ സ്നേഹിക്കുന്നവരാരും കാണില്ല, മനസ്സിലായില്ലേ? ഓരോ സമയത്ത് അവരവരുടെ സൗകര്യത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ, അല്ലെ കൈപിടിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ. ഇപ്പൊ പുട്ടിന് നമ്മൾ അവരെക്കാളും മുകളിൽ കയറണമെന്നില്ല, അവരെക്കാളും മുന്നിലാവണമെന്നില്ലല്ലോ. അപ്പം അവരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത്. നമ്മളുടെ ജനങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഭാവി ഉണ്ടാകുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഗവൺമെന്റ് സംസാരിക്കുക. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ശരി, നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഫോറിൻ പോളിസി, ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണം, അല്ലെങ്കിൽ ഇന്ത്യയുടേതായ കാര്യങ്ങൾ ആര് നിശ്ചയിക്കണം എന്നതൊന്നും പുറത്തുനിന്ന്, അത് ഏത് ശക്തിയാണെങ്കിലും, റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും മറ്റൊരു രാജ്യത്തിന് അത് ഡിഫൈൻ ചെയ്യാനാവില്ല. പക്ഷേ ഈ ഒരു കമ്മിങ് ഡെക്കേഡ്സിൽ അല്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിൽ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നീക്കം എങ്ങനെയായിരിക്കും? ക്ലോസ് ടു അമേരിക്ക, ക്ലോസ് ടു റഷ്യ, ഒരാൾ ഡിഫൻസ് പാർട്ട്ണറാണ്, ഒരാൾ സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കാം ഇന്ത്യ ഇതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇന്ത്യ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടെ, പ്രത്യേകിച്ച് ട്രംപിന്റെ വരവിന് ശേഷമുള്ള 2 വർഷത്തിനിടയിൽ നമ്മൾ കണ്ട കുറച്ച് മാറ്റങ്ങൾ ഇന്ത്യക്ക് ഭാവിയിൽ സഹായകരമാകും. കാരണം ട്രംപ് ലോകത്തെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. അതിലൊന്നാണ് അമിതമായിട്ടുള്ള ആശ്രയം, ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു രീതി. അതിപ്പോ എണ്ണയ്ക്കായിക്കോട്ടെ വ്യാപാരത്തിനായിക്കോട്ടെ അത് പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എണ്ണയുടെ കേസിൽ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന്റെ സമയം കൊണ്ട് തന്നെ നമ്മളിപ്പോ LNGക്കും LPGക്കും എണ്ണയ്ക്കുമായിട്ട് നോർവേയും ഓസ്ട്രേലിയയും കാനഡയും മറ്റു രാജ്യങ്ങളൊക്കെ നമ്മൾ സമീപിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഡോളറൈസേഷന്റെ കേസിലും നമ്മളിപ്പം UAE-യുമായിട്ട് തന്നെ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ദിർഹത്തിലും രൂപയിലുമാണ് നമ്മൾ ട്രേഡ് നടത്തുന്നത്, ട്രാൻസ്ഫർ നടത്തുന്നത്. അപ്പം പല രീതിയിലും അമേരിക്കയായിട്ട് വിട്ടകന്ന് പോകുന്നുണ്ട് പല കാര്യത്തിലും. പക്ഷെ ഈ ട്രേഡിന്റെ ഒക്കെ കാര്യത്തിൽ കൂടെ നിൽക്കുമെന്നുള്ളത് വേറൊരു വാസ്തവം. ഇനി ട്രംപ് പറയുന്നതിൽ വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചപ്പം വർഷങ്ങളായിട്ട് ഇന്ത്യ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി വരെ അദ്ദേഹം പറയുന്നത് തെറ്റൊന്നുമില്ല. അതിപ്പം നമ്മൾ എപ്പോഴും ഡേവിഡ്സന്റെ എക്സാമ്പിൾ മാത്രം പറയുന്നത് 100% അമേരിക്കൻ ബൈക്കുകൾക്ക് ചാർജ് ചെയ്തപ്പോൾ ഇന്ത്യൻ ബൈക്കുകൾക്ക് 2% ചാർജ് ചെയ്തോളൂ എന്ന് പറയുന്നത് മാത്രമല്ല, ആപ്പിളോ വാൾനട്ടോ കാഷ്യൂവോ ചിക്ക് പീസോ അല്ലെങ്കിൽ വൈനോ വിസ്കിയോ ഏതെടുത്താലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പക്ഷെ അത് ഇന്ത്യ വളരുന്ന ഒരു രാജ്യമായതുകൊണ്ട് ആ രീതിയിൽ ഒരു അറേഞ്ച്മെന്റ് ആയിരുന്നു എന്ന് മാത്രം. ഇപ്പൊ അതിനുള്ള മാറ്റത്തിനായിട്ട് ഈ ഒരു ട്രേഡ് ഡീൽ വരുന്നുണ്ട്. ട്രേഡ് ഡീലിലൂടെ ഇരു കൂട്ടർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഒരു അറേഞ്ച്മെന്റ് വരുമെന്ന് കരുതുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിനിടെ ഒരു പ്രസിഡന്റ് എടുക്കുന്ന, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് എടുക്കുന്ന നയത്തോട് ചെറുതായിട്ട് എതിർപ്പ് പറയാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വിഷയത്തിൽ തന്നെ ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളും ബുദ്ധിമുട്ടുമാണ്. ഏകദേശം 146 രാജ്യങ്ങളാണ് പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കേണ്ടി വരുന്നത്. ഇന്ത്യയിൽ തന്നെ 10%, പല രാജ്യങ്ങളിലും 90-60%, അമേരിക്കയിൽ തന്നെ 50%-ഓളം വർധനമുണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫർദർ കാര്യങ്ങളെ ടൈറ്റൻ ചെയ്യത്തക്ക രീതിയിൽ പുതിയ ടാരിഫ് കൊണ്ടുവരിക, പുതിയ രീതിയിലുള്ള പ്രഷർ ടാക്ടിക്സ് ഈ ഒരു സമയത്ത്, കാരണം അമേരിക്ക തന്നെ തുടങ്ങി വെച്ച ഒരു പ്രശ്നത്തിന്റെ കോൺസിക്വൻസ് ആയിട്ടാണ് പല രാജ്യങ്ങളും ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഈ ഒരു സമയത്ത് അത്തരത്തിൽ നെഗോഷിയേഷൻ ടാക്ടിക് ആയിട്ട് പോലും കൊണ്ടുവരുന്നത് ധാർമ്മികതയ്ക്ക് യോജിച്ചതല്ല എന്നൊരു വാദം എനിക്കുണ്ട്. പൊതുവെ ട്രംപിനെ ഞാൻ അങ്ങനെ എതിർത്ത് പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പോളിസീസിനെ എതിർക്കുന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ ഈ ഒരു കേസിൽ പ്രത്യേകിച്ച് അത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം ഇന്ത്യക്ക് യാതൊരു തരത്തിലും, ഇപ്പൊ അമേരിക്ക ആണെങ്കിലും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം ഈ കഴിഞ്ഞ 70-75 വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക
മുഖം തിരിഞ്ഞു നിന്ന സമയത്തൊക്കെ നമ്മളെ സഹായിച്ചത് റഷ്യയാണ്. നമ്മളെ വിശ്വസിച്ച് അവരുടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ്, ഇപ്പം MiG-21 പോലെ അല്ലെങ്കിൽ ബ്രഹ്മോസ് പോലുള്ള ടെക്നോളജിയൊക്കെ വികസിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിച്ചു. നമ്മുടെ പല സ്റ്റീൽ പ്ലാന്റുകൾ വികസിപ്പിച്ചെടുക്കാൻ, വിശാഖപട്ടണത്തെയും ഭിലായിലും ഒക്കെ സ്റ്റീൽ പ്ലാന്റുകൾ വികസിപ്പിച്ചെടുക്കാൻ സഹായിച്ചു. നമ്മുടെ ഏത് പ്രശ്നത്തിലും യുണൈറ്റഡ് നേഷൻസ് നമുക്ക് ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് ഒന്നും നമ്മൾ തിരിച്ചും കൊടുത്തു. അപ്പൊ ആ ബന്ധം അങ്ങനെ തന്നെ തുടരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷെ ഇന്ത്യ ഇത്തവണ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ട്രേഡിൽ തന്നെ, വ്യാപാരത്തിൽ തന്നെ നമ്മൾ അമിതമായിട്ട് ആശ്രയിച്ചുകൊണ്ടിരുന്ന രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ചൈനയും. പക്ഷെ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടെ തന്നെ 6ഓളം രാജ്യങ്ങളായിട്ട്, UK ആയിക്കോട്ടെ മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ട്രേഡ് ഡീലുകൾ ഒപ്പുവെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ഭാവിയിലോട്ടുള്ള നോട്ടം തീർച്ചയായിട്ടും ഡൈവേഴ്സിഫൈ ചെയ്യുക. അമിതമായിട്ട് അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ മാത്രം നമ്പി നിൽക്കാതെ എല്ലാ രാജ്യങ്ങളുമായിട്ട് റിസോഴ്സ് ഷെയറിങ്ങും വ്യാപാരവും എണ്ണയും ഒക്കെ മേടിച്ച് അല്പം കൂടെ ഒരു ഓട്ടോണമി കൈവരിക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യമെന്നാണ് കഴിഞ്ഞ 2-3 വർഷത്തെ നമ്മുടെ ഫോറിൻ പോളിസിയായിട്ട് ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ശരി. വിൻസെന്റ് സേവ്യർ പാലത്തെങ്കിൽ, വിൻസെന്റ് ആദ്യ ഘട്ടത്തിൽ പറഞ്ഞ ആലോചിക്കിനോട് നമ്മൾ യോജിക്കുകയാണെങ്കിൽ, ഈ പറയുന്നത് പോലെ ചൈനയെ അകറ്റി നിർത്താനും റഷ്യയും ഇന്ത്യയും രണ്ട് സൈഡിലും നിർത്തി ഒരു നല്ല ത്രീ കക്ഷി സഖ്യമായി പോകാനുള്ളതാണ് ട്രംപിൻ്റെ ഒരു ലോജിക്ക്. അപ്പോൾ അതൊരു ലോജിക്കായി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കാൻ, അല്ലെങ്കിൽ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആക്കാനായിട്ട് എത്രയോ മാർഗങ്ങളുണ്ട്. ഈ പറയുന്നത് പോലെ ഇന്ത്യയെ ഇങ്ങനെ തുറന്ന് വിമർശിക്കുക, അല്ലെ റഷ്യയെ തുറന്ന് വിമർശിക്കുക എന്നതിലുപരിയായിട്ട് രണ്ടുപേരെയും, പ്രത്യേകിച്ച് പുടിനും ട്രംപുമായിട്ടുള്ള ഒരു സൗഹൃദവും അവർ തമ്മിലുള്ള ഒരു ബോണ്ടും ഒക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഓരോ ഫോൺ കോൾ വിളിച്ച് രഹസ്യമായി പറഞ്ഞ് ഡിപ്ലോമാറ്റിക്കലി കൊണ്ടുപോകേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് ട്രംപ് അങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല? ട്രംപിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത് വൺ ഓഫ് എ കൈൻഡ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ലീഡറെ കണ്ടിട്ടില്ല. ഇതിന് ശേഷവും ഇങ്ങനത്തെ ഒരു ലീഡർ നമ്മൾ കാണും നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നാച്ചുറലി ഇപ്പൊ പുടിന്റെയും മോഡിന്റെയും മാത്രമല്ല പറയുന്നത്. ഹി ഓൾവേസ് സേ ദാറ്റ് Xi Jinping ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഹി സേസ് ദാറ്റ്. അപ്പൊ പുള്ളി പറയുന്നതിനകത്ത് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് പുള്ളി മോഡിക്ക് ഹഗ് കൊടുക്കുന്നതോ പുടിനെ സ്നേഹിക്കുന്നതോ ഒന്നും, ഹി ഈസ് ജസ്റ്റ് ട്രൈങ് ടു keep them in such a way that they will not create problems for his agenda. That's all it is. ഇപ്പൊ തന്നെ ഈ ചൈനയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അവിടുത്തെ വിസിറ്റ്, ഷീ ജിൻപിങ്ങിനെ ഒത്തിരി പൊക്കി പറയൽ, ഇതൊന്നും അമേരിക്കൻ പോളിസി, ചൈനയോടുള്ള പോളിസിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. Because China American policy is always competition. These are the new enemies that are on the horizon. അങ്ങനെയാണ് അവർ ചൈനയെ കാണുന്നത്, അമേരിക്ക ഞങ്ങൾ ചൈനയെ കാണുന്നത്. അതിനൊന്നും ഒരു മാറ്റം ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ പുള്ളിയുടെ ഫ്രണ്ട്ഷിപ്പ് പറയുന്നതിനകത്തൊന്നും പുള്ളി അമേരിക്കയ്ക്ക് വേണ്ടി ടോക്ക് ചെയ്യുന്നു, അത്രയും പറഞ്ഞാൽ മതി. അതിലപ്പുറം ഇതിനകത്തൊന്നുമില്ല. ദർ ഇസ് നോ റിയൽ ബോണ്ടിങ്. ഇതെല്ലാം, ഈ ബോണ്ടിങ് എല്ലാം ഒരു പേഴ്സണൽ ലെവലിലാണ് പുള്ളി പറയുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഞാനിപ്പം കേട്ടതിൽ നിന്നും 2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഡിസ്കഷൻ കഴിയുന്നതിന് മുമ്പ്. ഇപ്പൊ ക്രിസ്റ്റീന എപ്പോഴും പറയുന്ന, ക്രിസ്റ്റീനയുടെ ആർഗ്യുമെന്റ്സിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ട്രേറ്റ് ഞാൻ കണ്ടിട്ടുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ക്ലാരിറ്റിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ നമ്മൾ ഒരാളെ ഇടപെടേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഫിലോസോഫിക്കലി അച്ചട്ടാണ്, completely accurate ആണ്. But at the same time, there is a strategic necessity when it comes to getting things done. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ അൺഇമോഷണൽ ആയിട്ട് റാഷണൽ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇപ്പൊ ജയശങ്കർ ആണെങ്കിലും മോഡി ആണെങ്കിലും ഇത് ഇമോഷണൽ ആയിട്ട് എടുക്കാതെ നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യം നടക്കണം. നമുക്ക് നമ്മുടെ കാര്യം ഞാൻ പറയുമ്പോൾ അമേരിക്കയുടെ കാര്യമാണ് കേട്ടോ. ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യം നടക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആ നെസസിറ്റി അമേരിക്കനെ പിണക്കാതെ, റഷ്യനെയും പിണക്കാതെ, ചൈനയായിട്ട് അത്യാവശ്യം ഡീൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് അതും ഡീൽ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫിലോസോഫിക്കൽ ആയിട്ടുള്ള നമ്മുടെ ആർഗ്യുമെന്റ്, എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചു കൂടാ എന്നുള്ളതിലുപരി സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആ നെസസിറ്റിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇന്ത്യക്ക് ഏറ്റവും നന്മ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് വൺ പോയിന്റ്. ദ സെക്കൻഡ് തിങ് ഈസ്, ഇപ്പൊ അമേരിക്ക മുഖം തിരിഞ്ഞു നിന്ന സമയമെന്ന് നിർമ്മൽ പറഞ്ഞു. അമേരിക്ക മുഖം തിരിഞ്ഞു നിൽക്കുകയല്ല ചെയ്തത്. ഇന്ത്യ അമേരിക്കയുടെ പ്രേമലേഖനങ്ങളെ, അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തുടങ്ങിയ അമേരിക്ക തന്നുകൊണ്ടിരുന്ന പ്രേമലേഖനങ്ങളെ നിരസിച്ച് ഇന്ത്യ റഷ്യയുടെ പ്രണയം സ്വീകരിക്കുകയാണ് ചെയ്തത്. അല്ലാതെ അമേരിക്ക ഒരിക്കലും മുഖം തിരിഞ്ഞു നിന്നിട്ടില്ല. അമേരിക്ക ഓൾവേസ് വാണ്ടഡ് ഇന്ത്യ ടു ബി അമേരിക്കാസ് അലൈ ഓൺ അമേരിക്കാസ് സൈഡ്. അത് ഇന്ത്യ തയ്യാറാവാത്തത് കൊണ്ട് മാത്രമാണ്, ഇന്ത്യ റഷ്യയുടെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് അമേരിക്ക പാകിസ്ഥാനെ പിടിച്ച് ഇന്ത്യനെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ളൊരു ഫോഴ്സ് അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അമേരിക്ക ഓൾവേസ് വാണ്ടഡ് ഇന്ത്യ ടു ബി ഫ്രണ്ട്.
അതിന് യാതൊരു സംശയമില്ല, അന്നും ഇന്നും സംശയമില്ല. പക്ഷെ അന്നത്തെ റിയാലിറ്റീസ് മാറി. ഇന്നത്തെ റിയാലിറ്റീസ് കുറച്ചും കൂടി ഇന്ത്യക്ക് അമേരിക്കയോട് അടുക്കാൻ സാഹചര്യങ്ങൾ അനുകൂലമാണ് ഇന്ന് വേണമെങ്കിൽ. അപ്പൊ അതിനും കൂടിയുള്ള ഒരു രീതികൾ നമ്മളും അവലംബിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ബിക്കോസ് ഞാനൊരു ഇന്ത്യൻ അമേരിക്കനാണ്. ഇന്ത്യയും അമേരിക്കയും ഡെമോക്രാറ്റിക് രാജ്യങ്ങളാണ്. ഇവർ തമ്മിലുള്ള അലയൻസ് ലോകത്തിന്റെ തന്നെ ഗതിവിഗതികൾ നിയന്ത്രിക്കാൻ വളരെ അത്യന്താപേക്ഷിതമാണ്. ചൈന, ഇറ്റ് ഈസ് എ നെസസറി ഈവിൾ. ആൾക്കാർക്ക് ഫ്രീഡം ഇല്ല, ബോണ്ടഡ് ലേബർ. പക്ഷെ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഓക്കെ. ഉണ്ടാക്കണമെങ്കിൽ അത് ഇന്ത്യക്കും ചൈനയ്ക്കും എല്ലാവർക്കും അമേരിക്കയ്ക്കും എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ആ രാജ്യത്തെ മാനുഫാക്ചറിങ് ഇല്ലാതെ ലോകത്തിന് ഇന്ന് പറ്റില്ല. സോ ഇറ്റ്സ് എ നെസസറി ഈവിൾ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്ത്യയും അമേരിക്കയായിട്ടുള്ള ബന്ധം അതുപോലെ അല്ല ആവേണ്ടത്. ഇത് വളരെ സുദൃഢമായ ഒരു സാഹോദര്യ ലെവലിൽ പോകേണ്ട ബന്ധമാണ്. അപ്പൊ അത് മറക്കാതെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ നീഡുകളും മറക്കാതെ ഒരു സമീപനമായിരിക്കണം ജയശങ്കറും മോഡിയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവലംബിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ വിൻസെന്റ്, അപ്പൊ വിൻസെന്റ് അഭിപ്രായത്തോടൊന്നും നമുക്ക് വിയോജിപ്പില്ല. പക്ഷെ എൻ്റെ ഒരു സംശയം, ഇപ്പൊ ഈ പറയുന്ന കഴിഞ്ഞ തവണത്തെ ആ താരിഫ് ആണെങ്കിൽ പോലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഈ ബോർഡുമായിട്ട് വന്ന് ഇത്രയും കൊട്ടിഘോഷ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. എല്ലാ രാജ്യങ്ങൾക്കും അവരവർക്ക് വേണ്ട ഓരോ സർക്കുലർ അയച്ചിരുന്നെങ്കിൽ ലോകത്താരും ഇത് അറിയുകയോ ചർച്ച ചെയ്യുകയോ പോലും ഇല്ലായിരുന്നു ഒരു പക്ഷേ. എന്ന് പറഞ്ഞതുപോലെ ഒരു ഫോൺ കോളിൽ പുടിൻജി മോദിജി എന്ന് വിളിച്ച് അവരെ രണ്ടുപേരെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ച് വളരെ ലൈറ്റായിട്ട് ആ പറയുന്ന പ്രണയലേഖനത്തിന്റെ മാതൃകയിൽ ഇത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് പകരം ഈ മൈക്കിന്റെ മുമ്പിൽ വന്നിരുന്ന ഈ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് അദ്ദേഹവും ഒന്ന് മാറണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഡോക്ടർ ജയശ്രീ, ഇപ്പൊ നമുക്ക് അവസാനമായി ഒരു പേഴ്സണാലിറ്റി, ആർക്കും ഒരു കൺട്രോളും ഇല്ല പുള്ളിയുടെ ഒരു പേഴ്സണാലിറ്റി, ഹൗ ഹി ടോക്സ്, ഹൗ ഹി ബിഹേവ്സ്. അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുണ്ട്. സോ ഓക്കെ സ്റ്റക്ക് വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ജയശ്രീ, ഒരു കൺക്ലൂഡിംഗ് റിമാർക്സ് ആയിട്ട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ മെച്ചുവേർഡായിട്ട് പ്രതികരിക്കുന്നു എന്നാണ് ഡോക്ടർ ജയശ്രീ പറഞ്ഞത്. പക്ഷേ എന്നാൽ പോലും ഇനി നമുക്ക് രണ്ടുപേരെയും വേണം, അമേരിക്കയും വേണം, റഷ്യയും വേണം. നിർമ്മൽ പറഞ്ഞതുപോലെ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിലേക്ക് നമ്മൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാലും മറ്റ് രാഷ്ട്രങ്ങളെയും നമുക്ക് കൂടെ നിർത്തണം. അപ്പോൾ ഇതെങ്ങനെ സാധിക്കും? അമേരിക്കയും നിർത്തണം, റഷ്യയും നിർത്തണം, ഇന്ത്യക്ക് നിൽക്കുകയും വേണം. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും അതിന്റെ ഭാവി. കാരണം നമ്മളൊരു മൾട്ടിപോളർ ആയിട്ട് വരും. എല്ലാ രാജ്യങ്ങളെയും ഒരേ രീതിയിൽ തന്നെ നമ്മൾക്ക്, കാരണം ട്രേഡിനും ഡിഫൻസിനും നമ്മൾ മോസ്റ്റ്ലി ഡിഫൻസും അതുപോലെ തന്നെ എനർജി നമ്മൾ റഷ്യയെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡിന്റെ ഇതാണെങ്കിലും അമേരിക്കയുമായി, അതുപോലെ തന്നെ ഡിഫൻസിലും അധികം അമേരിക്കയുമായിട്ട് ഒരാളോട് സഹകരിക്കുന്നത് കൊണ്ട് മറ്റൊരാളോട് നിസ്സഹരണം എന്നല്ലല്ലോ. അപ്പൊ അമേരിക്കയോടും റഷ്യയോടും അതുപോലെ തന്നെ ലോകത്ത് ഇപ്പം UAE-യിലാണെങ്കിലും അതുപോലെ യൂറോപ്യൻ യൂണിയനിലാണെങ്കിലും എല്ലാ രാജ്യങ്ങളുമായിട്ടും ഒരേ രീതിയിൽ പല രീതിയിലുള്ള എല്ലാവരോടും സൗഹൃദപരമായിട്ട് പോരും. അതാണല്ലോ ചേരിചേരാന്ന് പറഞ്ഞത്. ഒരാളുടെ ഒരു അലായി ആകാതെ ഒരു സൈഡ് പിടിക്കാതെ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു നടപടി. ഇപ്പൊ നമുക്ക് തന്നെ എനർജിക്കൊന്നും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരുപാട് വിലക്കയറ്റവും ഒരുപാട് ബുദ്ധിമുട്ടുകളും റീസോഴ്സസ് ഇല്ലാത്തൊരു അവസ്ഥ വരുന്ന സമയത്തും ഇന്ത്യക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നമ്മൾ എല്ലാവരോടും നയതന്ത്രപരമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണല്ലോ. ഇപ്പൊ നമ്മൾ ആ സമയത്ത് എല്ലാവരും പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇറാനെതിരെ വരാത്ത, അല്ലെ ഇറാനെ സൈഡ് ചെയ്യാത്ത. പക്ഷെ നമ്മൾ അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ നമ്മളുടെ കാര്യങ്ങൾ നടന്നു പോകത്തുള്ളൂ. നമ്മൾക്ക് 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. നമ്മൾക്ക് ഒരുപാട് റീസോഴ്സസ് ആവശ്യമുള്ളവരാണ്. നമ്മൾ എനർജിക്ക് മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. അപ്പം എല്ലാവരോടും ഒരേ രീതിയിൽ ആരോടും സൈഡ് പിടിക്കാതെ നിൽക്കുന്ന ഒരു നയതന്ത്രമായിരിക്കും ഇന്ത്യക്ക് ഏറ്റവും നന്മയുണ്ടാകുക എന്നാണ്. ശരി, അത്തരത്തിലൊരു നയതന്ത്രം ആണ് അഭികാമ്യം. അത് നമുക്ക് വിജയകരമായി നമുക്കത് പരീക്ഷിക്കാൻ ഇടയാകും, അല്ലെങ്കിൽ അത് തുടരാൻ ഇടയാകും എന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും വിൻസെന്റ് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും റഷ്യയും മറ്റ് ലോകരാജ്യങ്ങളും ഒക്കെ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന അതിസുന്ദരിയായ ഒരു യുവതിയാണ് ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു പ്രണയഭാജനമാകാൻ 140 കോടി ജനങ്ങളാണ് ലോകത്തിന് വേണ്ടത്. അതെ, അപ്പോൾ ആ ഒരു സ്ട്രക്ചറിന്റെ ആ ഒരു അഴകാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ പ്രണയിക്കാൻ ആഗ്രഹിക്കുകയും കൂടെ നിർത്താൻ ആഗ്രഹിക്കും. ഇനി ഒരു ജെൻസിയെ പോലെ ഇന്ത്യ അത് ബ്രാഞ്ചിങ്ങിലേക്കും ഓർബിറ്റിങ്ങിലേക്കും ഒക്കെ പോകുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അപ്പോൾ പ്രേക്ഷകരെ, നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.